നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ വല്ലവന്റെയും കൊച്ചിന്റെ തന്തയായി സ്കൂളിൽ വേഷം കെട്ടാനായി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണല്ലേ എന്റെ പൊന്നുമോൻ. ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നീ സത്യയുടെ അച്ഛന്റെ വേഷം കെട്ടിയാടാനായി സ്കൂളിലേക്ക് പോകില്ല. അമ്മ ഞാൻ പൈസ എടുത്തല്ല. തർക്കുത്തരം പറയുന്നു. നീ എടുക്കാതെ ടീച്ചർ പറയൂ. ടീച്ചർ കള്ളം പറയൂന്ന്. അമ്മേ ഞാൻ നീ ഒന്നും പറയണ്ട. കള്ളത്തരമൊക്കെ പഠിച്ചു വെച്ചിട്ട്. സോറി മാഡം, ഇനി ഇതുപോലെ ആവർത്തിക്കില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. വാ ഇങ്ങോട്ട്. സത്യ, കള്ളം പറയരുത്. നീ എന്തിനാ അച്ഛമ്മന്റെ പേഴ്സ് എടുക്കാൻ പോയത്? അമ്മ അവരുടെ മുമ്പിൽ എത്രമാത്രം ചെറുതായിപ്പോയി. നീ എന്താ മോളെ ഇങ്ങനെ? പറ, നീ എന്തിനാ പേഴ്സ് എടുത്തത്? എനിക്കറിയണം. അമ്മ ഞാൻ സത്യമായിട്ടും പേഴ്സ് എടുക്കാനോ പൈസ മോഷ്ടിക്കാനോ പോയതല്ല അമ്മേ. നാളെ ഫാദേഴ്സ് ഡേ അല്ലേ? എല്ലാവരും അവരുടെ അച്ഛന്മാരെ കൊണ്ടുവരുമ്പോ എനിക്ക് എന്റെ അച്ഛന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അതിനെന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാൻ പോയതാ. അതിൽ അച്ഛന്റെ പേര് കാണുമല്ലോ. പക്ഷെ അപ്പോഴേക്കും അതിന്റെ പുറത്തുനിന്ന് പേഴ്സ് കൈതട്ടി താഴെ വീണു. അതെടുത്ത് വെക്കാൻ പോയപ്പോഴാ ടീച്ചർ കയറി വന്നത്. എത്ര ചോദിച്ചാലും അമ്മ പറയില്ലല്ലോ. ശാരദ അമ്മയും പറയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അമ്മ തന്നെ പറ. ഇനി ഇതിന്റെ പേരിൽ അമ്മ എന്നോട് വഴക്കിട്ടിരിക്കരുത്. അപ്പോഴേ എനിക്ക് കൂടുതൽ സങ്കടം വരിക. അച്ഛനടുത്തില്ലാത്ത കുട്ടിയല്ലേ അമ്മ ഞാൻ. പിന്നെ ആകെ ഉള്ളത് അമ്മയാ. ആ അമ്മ കൂടി വഴക്കിട്ടിരുന്ന സത്യമോക്ക് പിന്നെ ആരാ ഉള്ളത്? അച്ഛന്റെ സ്നേഹം കൂടി അമ്മ തരുന്നില്ലേ? അതുപോലെ. പക്ഷെ ഫാദേഴ്സ് ഡേക്ക് അമ്മ വന്നാ പറ്റുമോ അമ്മേ? ഫാദേഴ്സ് ഡേ എന്ന് വെച്ചാ അച്ഛന്മാരുടെ ദിവസമൊന്നല്ലേ, അല്ലാതെ അമ്മമാരുടെ ദിവസമൊന്നല്ലല്ലോ. ഈശ്വര, സത്യമോള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ വിഷ്ണുട്ട മറുപടി കൊടുക്കും? തളർന്നു പോവാ ഞാൻ. ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ. അമ്മ വിഷമിക്കണ്ടാട്ടോ. സത്യമോക്ക് സങ്കടമൊന്നുമില്ല. സങ്കടമൊന്നുമില്ലെന്ന് പറയുന്നത് എന്നെ സങ്കടപ്പെടുത്താതിരിക്കണം. പാവം, നാളെ എന്താ ഈശ്വര ചെയ്യാ? എന്താ അമ്മ ആലോചിക്കുന്നേ? ഒന്നുമില്ല. സന്തോഷത്തോടെ ഒരു ജീവിതം, അത് കിട്ടണമെങ്കിൽ കുറേയധികം ചോദ്യങ്ങൾ കണ്ടില്ലെന്നടിക്കേണ്ടി വരും. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ ഇപ്പൊ പേടിയാണ്. സത്യങ്ങൾ തേടിയുള്ളൊരു യാത്ര. അതുകൊണ്ട് പോയി എത്തി നിൽക്കുന്നത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ തന്നെയാണ്. ഇനി ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിലൊരർത്ഥവുമില്ല. എല്ലാം വരും പോലെ വരട്ടെ. നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിതം ജീവിച്ചു തീർക്കാം. അതാണ് ജീവിതം. 100% എല്ലാം തികഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാരും തന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ? ഞാനും അതിലൊരാളായിട്ട് ജീവിക്കുന്ന നല്ലത്. വിഷ്ണു അച്ഛാ, വിഷ്ണു അച്ഛൻ ഇപ്പൊ ആരെ കുറിച്ചാ ചിന്തിച്ചേ? പറ, ആരെ കുറിച്ചാ? ചുമ്മാ അങ്ങനെ വെറുതെ നിന്നാടോ? അല്ല, എനിക്കറിയാം. ചേച്ചിയമ്മയെ കുറിച്ചല്ലേ? കള്ളൊന്നും പറയണ്ട. പക്ഷെ ഞാൻ ചിന്തിച്ചത് സത്യയെ കുറിച്ചാ. അതെന്താ സത്യയെ കുറിച്ച് ചിന്തിക്കാൻ? സത്യ വിളിച്ചിരുന്നോ? അതൊന്നുമല്ല വിഷ്ണു അച്ഛാ. നാളെ സ്കൂളില് ഫാദേഴ്സ് ഡേയാ. അപ്പൊ
എന്റെ കൂടെ എന്റെ അച്ഛൻ വരുന്നുണ്ട്. പക്ഷെ സത്യക്ക് അച്ഛനില്ലല്ലോ. അതുകൊണ്ട് സത്യയുടെ കൂടെ വരാൻ ആരുമില്ല വിഷ്ണു അച്ഛാ. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഞാനൊരു ഐഡിയ പറയട്ടെ. ആ, വല്ല കുഴപ്പം പിടിച്ച ഐഡിയ ആയിരിക്കും. നിന്റെ ആണല്ലോ ഐഡിയ. ഒരല്പം കുഴപ്പം പിടിച്ചതാ. ആ, എന്നാ പറ. നമ്മുടെ സത്യക്കുട്ടിയുടെ സങ്കടം മാറ്റാൻ പറ്റുന്നതാണോ നമുക്ക് നോക്കാം. അച്ഛനെ കൊണ്ടുചെല്ലാൻ പറ്റാത്തയാണല്ലോ സത്യയുടെ സങ്കടം. എന്നാ പിന്നെ സത്യയുടെ അച്ഛനായി വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേ? വിഷ്ണു സത്യയുടെ അച്ഛനായി പോകാനോ? എവിടെ? എന്താ മിണ്ടാത്തെ? സത്യയുടെ അച്ഛനായി വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേന്ന്. അത് വേണ്ട മോളെ, വലിയ കുഴപ്പം. എന്ത് കുഴപ്പം? പാവല്ലേ വിഷ്ണു അച്ഛ. അച്ഛനില്ലാത്ത അവളുടെ സങ്കടം അറിയാവുന്നോണ്ട് പറയാ. നാളെ എങ്ങനെയെങ്കിലും വിഷ്ണു അച്ഛ സ്കൂളിൽ വരണം. വരുമോ? അല്ല മോളെ, അതിപ്പോ ഇനിയിപ്പോ ഒന്നും പറയണ്ട. വിഷ്ണു അച്ഛൻ സമ്മതിച്ചെന്ന് ഞാൻ ദേ സത്യയോട് വിളിച്ച് പറയാൻ പോവാണേ. ഇനി മാറ്റി പറഞ്ഞേക്കല്ലേ. അല്ല പപ്പി മോളെ, ഇനി ഒന്നും പറയണ്ട. നാളെ വന്നാ മാത്രം മതി. അപ്പൊ വല്ലവന്റെയും കൊച്ചിന്റെ തന്തയായി സ്കൂളിൽ വേഷം കെട്ടാനായി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണല്ലേ എന്റെ പൊന്നുമോൻ. ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നീ സത്യയുടെ അച്ഛന്റെ വേഷം കെട്ടിയാടാനായി സ്കൂളിലേക്ക് പോകില്ല. വിടില്ല ഞാൻ. നോക്കിക്കോ. നീ ഇന്ന് പുറത്തേക്ക് വല്ലതും പോകുന്നുണ്ടോ? എടാ വിഷ്ണു, നിന്നോടാ ഞാൻ ചോദിച്ചേ. എന്താ എന്താ? ആഹാ, എടാ നീ പുറത്തേക്ക് വല്ലതും പോകുന്നെങ്കിലേ എനിക്ക് കുറച്ച് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു. അച്ഛാ, ചീട്ടിങ് എന്നൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അത് വേണ്ട. നിനക്കിന്ന് സ്കൂളിൽ ഫാദേഴ്സ് ഡേ അല്ലേ, നിനക്ക് തിരക്കായിരിക്കും. അതിനിടയ്ക്ക് ഇതൊന്നും വാങ്ങിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അവൻ പൊക്കോളും. നീ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോകാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.